അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് സീൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആൻഡ് ദ മെത്തേഡ് ഇൻ വിച്ച് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആർ മെഷേർഡ് യൂസിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. സോ ഗീവ് ദ ഹെഡിങ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേൺസ്റ്റ് ഇക്വേഷൻ കാണുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ? സോ ദ നേൺസ്റ്റ് ഇക്വേഷൻ ഗിവ്സ് യു എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. Okay, so it gives you the relationship between the concentration of electrolyte used in the electrode and the electrode potential. Electrolyte concentration മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ ചേഞ്ച് വരുന്നത് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. I mean how this Nernst equation is formed. Usually the Nernst equation is used for two types of cells. One is for half cell and another one is Daniell cell. ഹാഫ് സെൽ ആണ് വെച്ചിട്ടുണ്ടെങ്കിലും, ഹാഫ് സെല്ലിൽ നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹാഫ് സെല്ലാണ് വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡാനിയൽ സെല്ലാണ് വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടിനകത്തും നമുക്ക് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ നേൺസ്റ്റ് ഇക്വേഷൻ വരുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ ഹാഫ് സെല്ലിലും ഡാനിയൽ സെല്ലിലും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെഷൻ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്നുള്ള ഹെഡിങ് ഒക്കെ ഞാൻ കളഞ്ഞിട്ട് ഇക്വേഷൻ കുറച്ച് എഴുതാനായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ വെൽ നോൺ അറിയുന്നതാണ്, അതായത് ഡെൽറ്റ ജി എന്ന് പറയുന്ന സംഗതി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് RT ln K. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln K. അതേപോലെ തന്നെ ഡെൽറ്റ ജി. അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്ക് വാൻ ഡെ ഹോഫ് ഇക്വേഷൻ. വാൻ ഡെ ഹോഫ് ഇക്വേഷൻ, ഇതിനാണ് നമ്മൾ വാൻ ഡെ ഹോഫ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ +1 ഭാഗത്ത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കടമെടുത്ത ഇക്വേഷൻ ആണ് അത്. നമുക്ക് ഓൾറെഡി അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln K. ln K എന്ന് നമുക്ക് എഴുതിക്കൂടാ, ln Q എന്ന് എഴുതാൻ പാടുള്ളൂ. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് നമ്മൾ അതിന് പറയാ, റിയാക്ഷൻ കോഷ്യന്റ്. സോ ഇത് Q ആണ്. ഓക്കെ, ചില ആളുകൾ QC എന്ന് പറയാറുണ്ട്. QC ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ln Q. ഇപ്പോ അങ്ങനെ QC എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് QC എന്ന് എഴുതാം, കുഴപ്പമില്ല കേട്ടോ, ln QC. ഇനി നമുക്ക് എന്താണ് ഇനി ഡെൽറ്റ ജിക്ക് ഒരു ഇക്വേഷനും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഡെൽറ്റ ജിക്ക് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ? -NF(E0 സെൽ, -NF(E0 സെൽ). ക്ലിയർ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln QC എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ജി എന്ന് പറയുന്നത് -NF(E0 സെൽ) എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -NF(E0 സെൽ) ഈസ് ഈക്വൽ ടു E0 സെൽ എന്ന് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് E സെൽ എന്ന് എഴുതാം. കാരണം ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മാത്രം നമുക്ക് E0 ഇട്ട് കൊടുത്താൽ മതി. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF(E സെൽ) ഈസ് ഇനഫ്. അപ്പൊ നമ്മൾ ഇവിടെ ഡെൽറ്റ ജിക്ക് എന്തിട്ട് കൊടുത്തു? -NF(E സെൽ) ഇട്ട് കൊടുത്തു. അതിന്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ എന്നാണ്. ഇപ്പോ ഈ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln QC ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF(E സെൽ) ആണ്. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതാണ് നമ്മളിപ്പോ എഴുതാൻ പോകുന്ന കാര്യം. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ G0 യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -NF(E0 സെൽ, -NF(E0 സെൽ). Then you can write it as plus RT ln QC. അപ്പൊ എന്താണ് ഈ QC എന്നൊരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? QC എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡിങ് ഇറ്റ് ബൈ -NF വെച്ച് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ -NF പോസിറ്റീവ് ആയി E0 സെൽ മൈനസ്, ഇവിടെ മൈനസ് വരും കാരണം താഴെ നമ്മൾ -NF വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. -divided by NF ln QC.
ln QC. അപ്പൊ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ln QC എന്താന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറയണ്ടായി QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ, ഒരു റിഡക്ഷൻ റിയാക്ഷൻ, അതായത് ഒരു മെറ്റൽ ഇലക്ട്രോഡ്, മെറ്റൽ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു N ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺ എന്ന് പറയുന്നത് N ഇലക്ട്രോൺ, ഇതിന്റെ എത്രയാണ് പോസിറ്റീവ് ചാർജ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ M പ്ലസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആയിരിക്കും. ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ N ഇലക്ട്രോൺ റിസീവ് ചെയ്ത് സോളിഡ് ആയിട്ട് മാറി. ഈ സംഗതി നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ ഞാൻ പറയണ്ടായി Q എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അപ്പോ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? E cell is equal to E0 cell minus RT by NF ln QC എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഇവിടെ ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് M സോളിഡ്. ഇതല്ല പ്രോഡക്റ്റ്. ഈ റിയാക്ഷൻ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കുക നിങ്ങൾ. കൺസിഡർ ദ reduction reaction, consider the reduction reaction എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ റിയാക്ഷൻ എഴുതുക. അതിന്റെ താഴെ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി റിയാക്ടന്റ് ആരാണ്? Mn പ്ലസും Ne ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ Mn പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ റേസ് ടു N. അപ്പൊ എന്താണ് ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്? അതിന്റെ പവർ ആക്കി നമ്മൾ എഴുതാനായിട്ട് അറിയണം. ഇതൊക്കെ നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ E റേസ് ടു N. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ബട്ട് യു ഹാവ് ടു നോ ദാറ്റ് കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ സോളിഡിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക? E cell is equal to E0 cell minus. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ln ലോഗ് ആക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് കൊടുക്കുന്നു? -2.303 RT by NF ലോഗ് ഇവിടെ എന്തായി? കോൺസെൻട്രേഷൻ ഓഫ് M, അതായത് മെറ്റൽ, പ്യുവർ മെറ്റൽ ആണിത്. സോളിഡ് എന്ന് കണ്ടില്ലേ? പ്യുവർ മെറ്റൽ ആണ്, അത് സോളിഡ് ആണ്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ലോഗ് 1 ബൈ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കണം. So 1 by concentration of Mn plus. Okay. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Nernst equation for half cell reaction. അപ്പൊ എന്താണ് ഈ ഹാഫ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്, അത്രേ ഉള്ളൂ. വേറെ എങ്ങോട്ടും കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണത്. സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, അതായത് ഒരു മെറ്റല് അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, അതിനാണ് നമ്മൾ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഫ് സെൽ എന്ന് പറയുന്നത് അതിനെയാണ്. നേരെ മറിച്ച് നമ്മൾ സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് ഒരു വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് അത് പിന്നെ അപ്പുറത്തേക്ക് കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡാങ്കിൾ സെൽ എന്നാണ് പറയുക. ഇതിപ്പോ ഹാഫ് സെല്ലാണ്, മറ്റേത് കംപ്ലീറ്റ് സെല്ലാണ്, ഇത് ഹാഫ് സെല്ലാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് എഴുതി കാണിച്ചു തരാം. കുറച്ചും കൂടി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇതിനൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ആർ ടി ആൻഡ് എഫ്. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയാം? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ടെമ്പറേച്ചർ നമുക്കറിയാം 298 കെൽവിൻ ആണ്. പിന്നെ ഫാരഡ് എത്രയാണ്? 1 ഫാരഡ് is equal to 96,500 കൊളുംബ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E cell is equal to E0 cell minus 0.0591 divided by N. Number of electron എത്ര നമുക്കറിയില്ല, നമുക്ക് റിയാക്ഷൻ കണ്ടാലേ അറിയുള്ളൂ. N log 1 by concentration of Mn plus. Okay. So you can learn this equation also for easy doing. അപ്പോ ടെമ്പറേച്ചർ 298 കെൽവിന്റെ അർത്ഥം എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 298 കെൽവിൻ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ടെമ്പറേച്ചർ എബോവ് 25 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 300 കെൽവിൻ എന്നൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് ടെമ്പറേച്ചറിന്റെ വാല്യൂ എത്രയാണോ തന്നേക്കുന്നത് ഇട്ടിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. ടെമ്പറേച്ചർ മോസ്റ്റ്ലി നിങ്ങൾക്ക് 25 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ 298 കെൽവിൻ തന്നെയായിരിക്കും. വളരെ റയർ ആയിട്ട് മാത്രമാണ് ടെമ്പറേച്ചർ 298 നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തരത്തുള്ളൂ.
അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. നിങ്ങൾക്ക് ഇനി ആകെ ഒരു ഇലക്ട്രോൺ എണ്ണം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇലക്ട്രോണിന്റെ എണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ Zn dipped in ZnSO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൊട്ടൻഷ്യൽ കാണുന്ന നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാവുക? എന്നിന്റെ വാല്യൂ എത്രയാവുക? എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. എന്താണ് സംഭവിക്കുക? Zn2 plus 2 ഇലക്ട്രോൺ gives you Zn solid. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 2 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ നമ്മൾ എന്നിന്റെ സ്ഥലത്ത് എന്ത് ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. E0 സെൽ ഓഫ് Zn എത്രയാന്നുള്ളത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും. കാരണം ഹാഫ് സെൽ ആകുമ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ഇപ്പൊ 0-0.76 വോൾട്ട് ആണ് ശരിക്കും E0 സെല്ലിൽ വരെ Zn. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Zn കോൺസെൻട്രേഷൻ എത്രയാന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ മൊളാരിറ്റി. അപ്പൊ എത്ര മോളാർ സൊല്യൂഷൻ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ മൊളാരിറ്റി എത്രയാണ് കോൺസെൻട്രേഷൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യിക്കാം. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇക്വിലിബ്രിയത്തിലാവുമ്പോ എന്താണ് വരുന്ന ചേഞ്ച് എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ പറയട്ടെ, ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വരിക. യെസ്, ഈ ഭാഗം കൊണ്ടാണ് നമുക്ക് ചേഞ്ച് വരിക. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇക്വിലിബ്രിയത്തിലല്ല. ഇക്വിലിബ്രിയത്തിലാവുമ്പോ എന്താ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. when the reaction is in equilibrium, okay, എന്താ ചേഞ്ച് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ. QC will be equal to KC. അതായത് QC എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. KC എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. നിങ്ങൾ +1 ഇക്വിലിബ്രിയം ഭാഗം മറിച്ച് നോക്കിയാൽ കാണാം. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് തന്നെയാണ് KC. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്നതിന് മുന്നെയാണ്, ബിഫോർ അച്ചീവിംഗ് ദ ഇക്വിലിബ്രിയം. പക്ഷെ KC എന്ന് പറഞ്ഞാലോ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തതിന് ശേഷം. അപ്പൊ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ QC എന്ന് പറഞ്ഞ സാധനം എന്തായി? KC ആയി. അപ്പൊ ഇങ്ങനെ QC എന്ന് എഴുതാൻ പാടില്ല, KC എന്ന് എഴുതാൻ പാടുള്ളൂ. അതേസമയം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ എന്ന് പറയുന്ന സംഗതി 0, ഈ സെൽ എന്ന് പറയുന്നത് 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇക്വേഷന് ഞാൻ പറഞ്ഞു, ഈ ഇക്വേഷന് വരുന്ന ചേഞ്ച് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. What happens is E cell becomes 0. So 0 is equal to E0 cell minus RT by NF ln Kc. So that I can write it as E0 cell is equal to, ഈ ടേമിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി ഇവിടെ? RT by NF ln Kc. ഇനി എനിക്ക് വേണമെങ്കിൽ ln ലോഗിലേക്ക് ആക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ 2.303 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ E0 cell is equal to 2.303 RT by NF log Kc. Okay, this is very important equation. Note it down. E0 cell is equal to 2.303 RT by NF log Kc. ഇത് എപ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ തരുമ്പോൾ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിക്കുവാണ് ഹൗ ടു ഫൈൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, KC കാണാനുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ E0 സെല്ലിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ബൈ ഡൂയിങ് ദിസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് അതർ വാല്യൂസ് യു ക്യാൻ ഫൈൻഡ് KC കാണാം. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ ചെയ്യിക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പ്രാക്ടീസ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാം. അപ്പൊ തൽക്കാലം ഇക്വേഷൻ എഴുതി വെക്കുക. നിങ്ങൾ എല്ലാവരും ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ. ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഇപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റഡ് ആയ പോലെ ഉണ്ടായിരിക്കും. പക്ഷെ പ്രശ്നമില്ല, നിങ്ങൾ പതിയെ എഴുതി ഞാൻ ഈ പറയുന്നതും കൂടി വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ തോന്നും. അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഇക്വേഷൻ ഒന്ന് ഇതുമാണ്. പിന്നെ ഈ ഇക്വേഷൻ നിങ്ങൾ ഡെറിവേഷനിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ സംഭവിക്കുന്ന കാര്യം പറഞ്ഞു. ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്താണ്? QC KC ആവും. KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് ആണ്. റിയാക്ഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈക്വൽ ആവും. അതേസമയം ഈ സെൽ എന്ന് പറയുന്നത് 0 ആവും ചെയ്യുന്നു. അതേ പ്രകാരം നമ്മൾ ഈ ഇക്വേഷനിൽ വരുന്ന മാറ്റമാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നു. പിന്നെ ലാസ്റ്റ് നിങ്ങൾ E0 സെല്ല് കിട്ടുന്നു.
ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഈ സൈഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതായത് ഡെൽറ്റ ജി, ഫ്രീ എനർജി ചേഞ്ച്. ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF E0 സെൽ. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ E0 സെല്ലിന്റെ സ്ഥലത്ത് നമ്മൾ ആരായിട്ട് കൊടുക്കും? ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു E0 സെൽ അതേപോലെ ഇട്ട് കൊടുക്കുക. 2.303 RT by NF log Kc. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ G0 ഡെൽറ്റ G0 എന്ന് ഇട്ടുകൊടുത്തോളൂ. നിങ്ങൾ ഡെൽറ്റ G0 എന്ന് ഇട്ടുകൊടുത്തോളൂ. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ ആണെന്നുള്ളത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഇക്വേഷൻ ആണ്. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ E0 സെല്ലിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യാം? ഈ NF-ഉം ഈ NF-ഉം കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുക എന്താണ്? സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -2.303 RT log Kc. log Kc, വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ, വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഉണ്ടാവും, എക്സാമിന് ഉണ്ടായിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവര് എഴുതി വെക്കട്ടോ. Kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഈ സെഷൻ ഇത് നിങ്ങൾ എല്ലാവരും കോപ്പി ചെയ്ത് വെക്കുക. അതേസമയം എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1-2 വട്ടം എഴുതി പഠിക്കുക. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിത് ഇതിന്റെ ഒരു ജനറൽ ഫോം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുക മീൻസ് നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. അതാണ് ഇനി പറയാനുള്ളത്. അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിപ്പോ ഹാഫ് സെല്ലിന്റെ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു ഡാനിയൽ സെല്ലിന്റെ എഴുതിയിട്ടില്ല. അപ്പൊ ഡാനിയൽ സെല്ലിന്റെയും കൂടി നമുക്ക് എന്തുണ്ട്? എഴുതാനായിട്ടുണ്ട്. അപ്പൊ ഒരു ഡാനിയൽ സെല്ലിന്റെ ഒരു കാര്യം ഞാനിവിടെ കാണിക്കാൻ നിങ്ങളെ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ മാത്രം ഇവിടെ നിലനിർത്തുന്നു. അതായത് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഹാഫ് സെൽ അത് മാത്രം ഞാനിവിടെ നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്തേക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡാനിയൽ സെല്ലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, if it is a Daniell cell, if it is a Daniell cell, അപ്പൊ Daniell cell എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ നെറ്റ് റിയാക്ഷൻ എന്താ? അപ്പൊ അതിന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആനോഡ് റിയാക്ഷൻ ഒക്കെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ആനോഡിൽ നടക്കുന്ന എന്താണ്? Zn gives Zn2++2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന എന്താണ്? Cu2++2 ഇലക്ട്രോൺ gives you Cu solid. ഓക്കെ, ഇതാണ്. അപ്പൊ ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എന്താ വരിക? ഈ 2 ഇലക്ട്രോൺ കട്ടായി പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? Zn solid പ്ലസ് Cu2+ aqueous gives Zn2+ aqueous പ്ലസ് Cu solid. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള റിയാക്ഷൻ ആണ് നെറ്റ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഫുൾ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, always take the net reaction then apply it in the Nernst equation. അപ്പൊ Nernst equation എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾ ഒന്നുകൂടി എഴുതുവാണ്. Nernst equation E cell is equal to E0 cell minus 2.303 RT by NF log എന്താണ്? QC ആണ്. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഞാൻ അതൊന്നും കൂടി താഴത്തേക്ക് എഴുതാം. 2.303 RT by NF log concentration of product ഇവിടെ ആരാ? Zn2+ ഉം Cus ഉം. അപ്പൊ concentration of Zn2+ into concentration of Cu solid whole divided by concentration of Zn into concentration of Cu2+ aqueous. ഇതെന്തായിരുന്നു? സോളിഡ് ആണ്. This is solid aqueous. Okay, ഇത് aqueous ആണ്. Now നമ്മൾ എന്താണ്? നമ്മൾ നേരത്തെ ഒരു കാര്യം പറയുകയുണ്ടായി. എന്താ നമ്മൾ പറഞ്ഞത്? പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്, ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെ 1 ആയിട്ട് പോവാ? കോൺസെൻട്രേഷൻ ഓഫ് Zn solid that is equal to concentration of Cu solid that is equal to 1. അപ്പോ ഈ ടേമും 1 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് കിട്ടുക എന്താ?
E cell is equal to E0 cell minus 2.303 RT by NF log ആര് മാത്രമേ ഉള്ളൂ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. Okay, very important. This is the equation for Nernst equation for Daniell cell. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? E cell is equal to E0 cell minus 0.0591 divided by n. നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. ഡാനിയൽ സെൽ ആവുന്ന കേസിൽ നമുക്ക് n എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 2 ആണെന്ന് അറിയാം, കാരണം 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 ഇട്ട് കൊടുക്കാം. എന്ത് വരും? log concentration of Zn2 plus divided by concentration of Cu2 plus. Okay, clear? അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ Nernst equation പറയുന്നത്. Nernst equation പറയുമ്പോൾ QC എന്ന് പറയുന്ന സംഗതി എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതില് സോളിഡ് ആർക്കൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? യൂണിറ്റി ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ എന്ത് തന്നെയാണ്? യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം നമുക്ക് ജനറൽ ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഇതിനെ നമുക്കൊരു ജനറൽ ഫോമിലേക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഇമാജിൻ റിയാക്ഷൻ ലൈക്ക് ദിസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ജനറൽ ടേമിൽ എഴുതുന്നു മാത്രം. എന്താ വരിക? AA പ്ലസ് BB gives CC പ്ലസ് DD. ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ Nernst equation നമ്മൾ എങ്ങനെ എഴുതുക? E cell is equal to E0 cell minus 2.303 RT by NF log concentration of C raised to C, concentration of D raised to D, product by reactant, stoichiometric coefficient എന്തായിട്ട് എഴുതണം? പവർ ആക്കി എഴുതണം. concentration of A raised to A, പിന്നെന്താ? concentration of B raised to B. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? Nernst equation എഴുതേണ്ട ഫോം. ഇനി ടെമ്പറേച്ചർ 298 കെൽവിൻ അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അത് തന്നെയായിരിക്കും. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് നമുക്ക് അല്ലാത്ത ടെമ്പറേച്ചറിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ E cell is equal to E0 cell minus 0.0591 divided by n log concentration of C raised to C, concentration of D raised to D into concentration of A raised to A into concentration of B raised to B. Okay. അപ്പോൾ നമുക്ക് Nernst equationും അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷനും അതേപോലെ തന്നെ ഫ്രീ എനർജി ചേഞ്ചും സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷനും ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ബോക്സിലിട്ട് വെക്കുക. നിങ്ങളുടെ നോട്ടിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? ഓക്കെ, നമ്മളിനി കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ റൈറ്റ് ഓൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് the half cell potential at 298 Kelvin for the reaction Cu2 plus 2 electron gives you Cu solid if concentration of Cu2 plus is 5 molar and standard electrode potential of Cu2 plus bar Cu is given it as 0.34 volt. So this is the question. So നമ്മളത് ചോദിച്ചേക്കുന്നത് calculate the half cell potential. We have to find the half cell potential by using our Nernst equation. So what is a Nernst equation? നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചത്. നിങ്ങൾ Nernst equation എഴുതി വെക്കുക. E cell is equal to E0 cell minus 2.303 RT by NF log concentration of product by reactant. Product ഇവിടെ ആരാണ്? Cu solid ആണ്.
അപ്പൊ Cu സോളിഡ് ആകുമ്പോൾ അത് 1 ആണ് നമുക്കറിയാം, കാരണം പ്യുവർ സോളിഡിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+, ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പൊ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ട്. E0 സെല്ല് തന്നിട്ടുണ്ട്, അതാണ് 0.34 വോൾട്ട്. ഓക്കെ, 0.34 വോൾട്ട്. വോൾട്ട് എന്ന് എഴുതുന്നില്ല, 0.34 മൈനസ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ ഈ കേസില്? ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. സെൽ പൊട്ടൻഷ്യൽ അറ്റ് 298 കെൽവിൻ എന്ന് പറഞ്ഞിട്ട്, 298 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, 25 ഡിഗ്രി സെൽഷ്യസ് 298 കെൽവിൻ. അപ്പൊ ആ കണ്ടീഷനിൽ എനിക്ക് ഇതിന് മൊത്തം എന്ത് ചെയ്യാം? സിംപ്ലിഫൈഡ് വാല്യൂ കൊടുക്കാം. 0.059. 1 കൂടി ഉണ്ടെങ്കിൽ മോർ ക്ലിയർ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 9 വരെ എഴുതിയാലും മതി, 0.059 വരെ എഴുതിയാലും മതി. 1 എഴുതുന്നെങ്കിൽ 1 ഇട്ടോളൂ, കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് എന്താ വരിക? n, നമ്പർ ഓഫ് ഇലക്ട്രോൺ. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ് ഇവിടെ? 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 2 log 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അത് എത്രയാ? 5 മോളാർ ആണ്. അപ്പോ 5 മോളാർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ 1/5. Cu2+ എത്ര തന്നിട്ടുണ്ട്? 5 മോളാർ ആണ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോ വാട്ട് യു ഗെറ്റ് ഈസ്, okay, write it down. The answer will be almost 0. അപ്പൊ നിങ്ങൾ 1 ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 0.059 വരെ മതി. ഇനി ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ്, കാരണം CBSE നമുക്ക് അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 1 വേണമെങ്കിൽ വോമിറ്റ് ചെയ്യാം. സോ ദ ആൻസർ വിൽ ബി 0.36 വോൾട്ട്. നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. You will get the E cell value as 0.36 volts. So this is the half cell potential. This is the half cell potential of our copper electrode. Clear? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. So question number 2. Calculate the EMF of the following cell. Calculate the EMF of the following cell, and they have given the cell Fe bar Fe2+, salt bridge, H plus bar H2 bar PT. Okay, H plus ന്റെ കോൺസെൻട്രേഷൻ താഴെ 1 മോളാർ എന്ന് തന്നിട്ടുണ്ട്, H2 1 atm എന്ന് തന്നിട്ടുണ്ട്, and Fe2+ ന്റെ കോൺസെൻട്രേഷൻ താഴെ തന്നിട്ടുണ്ട് 0.001 മോളാർ. ഓക്കെ, 0.001 മോളാർ. ഇനി നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, given E0 of Fe2+ bar Fe, that is equal to -0.44 വോൾട്ട്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിന്റെ. അപ്പൊ അടുത്തൊരു ടാങ്കിൾ സെൽ ടൈപ്പ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അയൺ ഇലക്ട്രോഡും SHU ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് എഴുതുക? നേൺസ് ഇക്വേഷൻ എഴുതുക. നേൺസ് ഇക്വേഷൻ എന്താണ്? E cell is equal to E0 cell minus 2.303 RT by NF log concentration of product divided by concentration of reactant. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും റിയാക്ടന്റും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതി നോക്കണം? ഇവരുടെ നെറ്റ് റിയാക്ഷൻ എഴുതി നോക്കണം. അപ്പോ ആനോഡ് എന്ന് പറയുന്ന പാർട്ട് ലെഫ്റ്റും കാഥോഡ് എന്ന് പറയുന്ന പാർട്ട് റൈറ്റും ആണ്. അപ്പൊ ലെഫ്റ്റിലുള്ള ആനോഡ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക? Fe gives Fe2++ 2 ഇലക്ട്രോൺ. ഇനി SH ആണ് കാഥോഡിൽ. അപ്പൊ SH കാഥോഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ വരിക? 2H++ 2 ഇലക്ട്രോൺ gives you H2 gas. ഓക്കെ, ഇനി നമ്മൾ നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ ഈ 2 ഇലക്ട്രോണും കട്ടായി പോകും. നമുക്ക് എന്താ കിട്ടുക? Fe solid plus 2H plus aqueous gives H2 gas plus Fe2+ aqueous. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Fe2+ ഹോൾ ഡിവൈഡഡ് ബൈ concentration of Fe solid divided by concentration of H plus raised to 2. കണ്ടോ? അപ്പൊ ഈ 2 നെ പവർ ആക്കി എഴുതണം, H plus raised to 2. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ H2 എന്ന് പറയുന്ന H2 ഗ്യാസ് പ്യുവർ ഗ്യാസിന്റെയും നമ്മൾ കോൺസെൻട്രേഷൻ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഈ ഗ്യാസ് എന്ന് പറയുന്ന ആളുടെ H2 എന്ന് പറയുന്ന ഗ്യാസിന്റെ H2 ന്റെ യൂണിറ്റ് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുക.
അറ്റ് ദ സെയിം ടൈം ഇവിടെ 1 ആയിട്ട് പോകുന്ന ഒരാളും കൂടി ഉണ്ട്. അതാരാണ്? നമ്മുടെ Fe സോളിഡിന്റെയും എന്ത് തന്നെയാണ് 1 ആയിട്ട് തന്നെയാണ് വരിക. ബാക്കിയെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ E cell is equal to E0 cell. ഓക്കെ, E0 cell നമുക്ക് കാണണം. അപ്പൊ ആദ്യം E0 cell കാണണം. എന്താണ് E0 cell എന്ന് പറയുന്നത്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പൊ E0 കാഥോഡ് ഇവിടെ വരാം. സെൽ റെപ്രസെന്റേഷനിൽ റൈറ്റ് സൈഡിലുള്ളത് കാഥോഡ് ആണ്. അത് SH ആണ്. SH ന്റെ വാല്യൂ എത്രയാ? 0 ആണ്. ആനോഡിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. -0.44 വോൾട്ട്. -0.44 വോൾട്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ എന്താവും? E0 സെൽ എന്ന് പറയുന്ന വാല്യൂ E0 സെൽ ഈസ് ഈക്വൽ ടു 0.44 വോൾട്ട്. ഓക്കെ, അപ്പൊ E0 സെൽ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ E സെൽ കണ്ടെത്തുക. E സെൽ എങ്ങനെ കണ്ടെത്തുക? E സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ലിന്റെ വാല്യൂ എത്രയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.44 മൈനസ്, അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 298 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സിംപ്ലിഫൈഡ് വാല്യൂ ഇട്ട് കൊടുക്കാം. -0.059 ഡിവൈഡഡ് ബൈ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. നമ്മളിവിടെ കണ്ടതാണ് 2 ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2 ലോഗ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് H2 1 ആയിട്ട് പോയി. അപ്പൊ Fe2+ മാത്രമേ ഉള്ളൂ. Fe2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+ റൈസ് ടു 2. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും 0.44 മൈനസ് 0.591 1 വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 2 ലോഗ് Fe2+ ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? ഇതാ സെൽ റെപ്രസെന്റേഷനിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.001 ഡിവൈഡഡ് ബൈ H+ ന്റെ കോൺസെൻട്രേഷൻ ഓൾറെഡി 1 ആണ്. 1 സ്ക്വയർ അത് കാര്യമില്ല, 1 ആയിട്ട് തന്നെ വരും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് 0.52 വരെ കിട്ടും. 0.52 വോൾട്ട്. ക്ലിയർ? അപ്പൊ ചില ആൾക്കാർ 1 ഇട്ട് ചെയ്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ 0.52 0.51 വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് 2 പ്രാക്ടീസ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നോട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.